അല്ല, ഒരു ചെറിയ സംശയം. തൃശ്ശൂരിൽ തേക്കങ്കാട് മൈതാനത്ത് വന്ന് തള്ളി മറച്ചുപോയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വടക്കുന്നാഥനെ തൊഴുതോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എന്നെ പോലെ ഒരാൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിലില്ല. കാരണം വേണ്ടവർ തൊഴുകും, വേണ്ടാത്തവർ തൊഴുകില്ല. അതെല്ലാം ആളുകളുടെ ഇഷ്ടമാണ്. പക്ഷെ സംഘികളെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അവർ ഈ ഭക്തിയുടെ, ആരാധനയുടെ ഒക്കെ മൊത്ത കച്ചവടക്കാരല്ലേ. അവരുള്ളത് കൊണ്ടാണല്ലോ ഇന്ത്യയിലെ ഹിന്ദുമതത്തിൽ ഈ ദൈവങ്ങളെല്ലാം നിലനിൽക്കുന്നത്. RSS ഉണ്ടായിട്ട് 100 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനുശേഷമാണ് കൃഷ്ണനും ശിവനും ശ്രീരാമനും എല്ലാം ഉണ്ടായത് എന്ന മട്ടിലാണല്ലോ, അവരുടെ കൈക്കരുത്തിലാണല്ലോ ഈ ദൈവങ്ങൾ വരെ ജീവിച്ചു പോകുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് എന്തെല്ലാം പറഞ്ഞു? ഞാൻ കാശിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കാശി വിശ്വനാഥനും വടക്കുന്നാഥനും ഒന്ന് തന്നെയാണല്ലോ, രണ്ടും ശിവനാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വ്യത്യാസവുമില്ല എന്നെല്ലാം പറഞ്ഞ് പാവപ്പെട്ട സാധാരണ ഹിന്ദുമത വിശ്വാസിയുടെ വികാരത്തെ ഇളക്കി മറിച്ച മനുഷ്യൻ പക്ഷെ വടക്കുന്നാഥന്റെ നേരെ ഒന്നും നോക്കിയതുപോലുമില്ല. ഇത് ആരുടെ പരാതിയാണ്? എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. ഈ പരാതി ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടേതാണ്, അവിടുത്തെ ഭക്തരുടേതാണ്. തന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്തു വന്ന്, അദ്ദേഹമല്ല, അവർ പുറത്തു വന്ന് പ്രസാദം കൊടുക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. ആ പ്രധാന നടയുടെ മുൻപിൽ വാഹനമിറങ്ങിയ മോദി പക്ഷെ വടക്കുനാഥനെ ഒന്നും നോക്കിയതുപോലുമില്ല. ആലോചിച്ചു നോക്കൂ. ഇത്രയേ ഉള്ളൂ ഇവരുടെ എല്ലാം കാര്യം. ഇവർ വിശ്വാസികളല്ല, ഇവർക്ക് ഭക്തിയില്ല. മറ്റവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഇദ്ദേഹം വരും, തൊഴുകും, അപ്പൊ പ്രസാദമെല്ലാം കൊടുക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വടക്കുനാഥന്റെ മുൻപിൽ വന്ന് തൊഴുകുന്നു എന്ന് അവർക്കും ഒരു അഭിമാനമുള്ള കാര്യമല്ലേ. ഇദ്ദേഹമാണെങ്കിലോ ഇതിന്റെ മൊത്ത കച്ചവടക്കാരനും. പക്ഷെ ഉണ്ടായില്ല. നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്, അവർ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. ബിലീവിങ് ഇൻ ബിലീവിങ് എന്ന് പറയും. സാധാരണ മനുഷ്യർ, പാവങ്ങൾ. ഇവരോ, സംഘികളോ, അവർക്കൊരു വിശ്വാസവുമില്ല. പക്ഷെ അവർ വിശ്വാസികളാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കണം എന്ന ബോധമുള്ളവരാണ്. യഥാർത്ഥത്തിൽ വടക്കുന്നാഥനെ അപമാനിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. നിങ്ങളൊന്ന് നോക്കൂ. ശബരിമലയിൽ രാധാകൃഷ്ണൻ ചെന്ന് തൊഴുതില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം പുകിലുകൾ ഉണ്ടാക്കാറുണ്ട് സംഘപരിവാറുകാർ. അദ്ദേഹം തൊഴുക ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ട് ശബരിമലയിൽ പോയി? അദ്ദേഹം മന്ത്രിയാണ്. അവിടെ വരുന്ന ആളുകൾ വിശ്വാസികളാണ് എന്നതുപോലെ ഇന്ത്യയിലെ പൗരന്മാരാണ്. കോടിക്കണക്കിന് ആളുകൾ വരികയാണ്. അവർ വരുമ്പോ അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആ ചുമതലപ്പെട്ട ആൾക്കുണ്ട് എന്നതുകൊണ്ടാണ്. 47-ന് ശേഷം വേറെ ഭരണമാണല്ലോ, വേറെ സിസ്റ്റമാണല്ലോ. പക്ഷെ രാധാകൃഷ്ണൻ അവിടെ പോയാൽ ശബരിമല അയ്യപ്പനെ അപമാനിക്കുമോ? ആ ഒരു അന്തരീക്ഷത്തിന് വിരുദ്ധമായി പെരുമാറുമോ? ഒരിക്കലും പെരുമാറില്ല. അതാണ് മര്യാദ, അതാണ് ജനാധിപത്യ ബോധം. ആ മര്യാദ പോലുമില്ലാത്ത, സാമാന്യ ജനാധിപത്യ ബോധം പോലുമില്ലാത്ത നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ചെയ്തത് വടക്കുന്നാഥനെ അപമാനിക്കലാണ്. ഒരു സംശയമില്ല. പക്ഷെ സംഘികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് വടക്കുന്നാഥനേക്കാൾ മുകളിലാണ് നരേന്ദ്രമോദി. വിശ്വാസികൾക്ക് നല്ല പ്രശ്നമുണ്ട്. അഥവാ നിങ്ങൾ വടക്കുന്നാഥനുമായി, അമ്പലവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളെയോ അവിടെ സ്ഥിരമായി പോകുന്ന വിശ്വാസികളെയോ ഭക്തരെയോ ഒക്കെ ഒന്ന് സമീപിച്ച് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. അവരുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും.